ഹായ് ഓൾ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ പുതുവത്സരാശംസകൾ നേരുന്നു. 2022 ജനുവരി 1-ാം തീയതി ഈ വർഷത്തെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സെഷന്റെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ആദ്യമായി ജനുവരി 1-ന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഗ്ലോബൽ ഫാമിലി ഡേ ആണ് ജനുവരി 1. മറക്കാതിരിക്കുക, ഗ്ലോബൽ ഫാമിലി ഡേ. അപ്പോൾ ഈ ഗ്ലോബൽ ഫാമിലി ഡേ ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് 1993-ലാണ്. 1993 UN ജനറൽ അസംബ്ലിയാണ് ഗ്ലോബൽ ഫാമിലി ഡേ ഡിക്ലെയർ ചെയ്യുന്നത്. ഗ്ലോബൽ ഫാമിലി ഡേ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് 1994-ലാണ്. 1993 ഡിക്ലെയർ ചെയ്യുന്നു, 1994 സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് 1 ഡേ ഓഫ് പീസ്. ഈ പീസ് എന്ന് പറയുന്നതും ഫാമിലിയും ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് UN ജനറൽ അസംബ്ലി ഈ ഒരു പ്രത്യേക ദിവസം സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. സോ നമ്മൾ പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു, ഗ്ലോബൽ ഫാമിലി ഡേ ആണ്. ഇത് 1993-ലാണ് ആദ്യമായി ഡിക്ലെയർ ചെയ്തത്. UN ജനറൽ അസംബ്ലിയാണ് ഡിക്ലെയർ ചെയ്തത്. ഈ വർഷത്തെ തീം 1 ഡേ ഓഫ് പീസ് എന്നുള്ളതാണ്. അടുത്തതായി, ഇന്ത്യയിൽ ആദ്യമായി പെൻഷൻകാർക്കു വേണ്ടി ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മെക്കാനിസം നിലവിൽ കൊണ്ടുവന്ന സംസ്ഥാനം ഏത്? ഒഡീഷ. അപ്പോൾ പെൻഷനായി കഴിഞ്ഞവർക്ക് വേണ്ടി ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ്, അതായത് ഓൺലൈനായിട്ട് അവരുടെ വേരിഫിക്കേഷൻ, ഐഡന്റിഫിക്കേഷൻ ഇതുപോലെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം നിലവിൽ കൊണ്ടുവന്ന സംസ്ഥാനമാണ് ഒഡീഷ. ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ വേരിഫിക്കേഷനും സബ്മിഷനും വേണ്ടി ഓൺലൈൻ സർവീസ് കൊണ്ടുവന്നു. ഇനി നടന്നു ബുദ്ധിമുട്ടുക, അല്ലെങ്കിൽ പ്രായമായവർക്ക് ഓഫീസിൽ ചെന്ന് ക്യൂ നിന്ന് ബുദ്ധിമുട്ടുക, അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ഇരിക്കാൻ ഓൺലൈനിലൂടെ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ എന്ത് ബേസ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തുള്ള വേരിഫിക്കേഷൻ പ്രോസസ്സാണ്. നമ്മൾ പറഞ്ഞു ഓൺലൈൻ ആണ്, ഓൺലൈനിലൂടെ ഈ ഒരു സൗകര്യം അവൈലബിൾ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തുള്ള ഒരു വേരിഫിക്കേഷൻ പ്രോസസ്സ് ആയിരിക്കും. ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ വേരിഫിക്കേഷൻ പ്രോസസ്സാണ് ഒഡീഷയിലാണ് ആദ്യമായി കൊണ്ടുവന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തുള്ള ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഇതോടൊപ്പം ആരംഭിച്ച മറ്റൊരു പദ്ധതി ഏതാണ്? ഈ ഡയറി. ഒഡീഷയിൽ തന്നെ ഇതോടൊപ്പം ഈ ഒരു ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയോടൊപ്പം കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് ഈ ഡയറി. ഈ ഡയറി എന്ന് പറയുന്നത് ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഗവൺമെന്റിന്റെ ഡയറിയിലുള്ള എല്ലാ വിവരങ്ങളും പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുവാനായി കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ ഡയറി. ഗവൺമെന്റിന്റെ ഡയറിയിലുള്ള എല്ലാ വിവരങ്ങളും, എല്ലാ അടിസ്ഥാന വിവരങ്ങളും പൊതുജനങ്ങൾക്ക് ഒരു മൊബൈൽ ഫോണിലൂടെ എന്ത് വഴിയാണ് ഇത് അക്സസ് ചെയ്യാൻ പറ്റുന്നത്? മൊബൈൽ ഫോൺ വഴിയാണ് ഇത് അക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു സർവീസ്, ഈ ഡയറി എന്ന് പറയുന്ന സർവീസ് ഓൺലൈൻ സർവീസ് ആണെന്ന് പറഞ്ഞു. ഇത് മൊബൈൽ ഫോണിലൂടെയാണ് അക്സസ് ചെയ്യാൻ പറ്റുന്നത്. പൊതുജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഡയറിയിലുള്ള എല്ലാ ബേസിക് ഇൻഫർമേഷനും അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് ഈ ഡയറി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റിനെ പറ്റി പറഞ്ഞു, ഈ ഡയറിയെ പറ്റി പറഞ്ഞു. ഈ രണ്ട് സ്കീമും വരുന്നത് ഒരു പേരന്റ് ഇനിഷ്യേറ്റീവിന്റെ കീഴിലാണ്. ആ ഇനിഷ്യേറ്റീവാണ് 5T മോ സർക്കാർ. അപ്പോൾ ഈ ഒരു 2019-2020 ഈ രണ്ട് പദ്ധതികളും നിലവിലുണ്ടായിരുന്നു. ഈ രണ്ട് പദ്ധതികളും വാർത്തയിലുണ്ടായിരുന്നു. ഒഡീഷ ഗവൺമെന്റ് കൊണ്ടുവന്ന രണ്ട് സ്കീമുകളാണ് 5T മോ സർക്കാർ. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ, ഈ ഒരു പേരന്റ് ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വന്ന പുതിയ രണ്ട് പദ്ധതികളാണ് ഈ ഡയറിയും ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റും. അപ്പം നമുക്ക് നോക്കാം എന്താണ് 5T. എന്തോ ഒരു 5T ആണ് എന്നും മോ സർക്കാർ എന്ന് പറയുന്ന ഒരു പദ്ധതിയും നമുക്ക് മനസ്സിലായി. അപ്പൊ അതെന്താണെന്ന് നോക്കാം. 5T കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനുകളുടെയും ട്രാൻസ്പെറൻസി, ടീം വർക്ക്, ടെക്നോളജി, ടൈം, they leads to transformation. ഈ 5 Tകളാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഓഫീസുകളിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകളുടെയും എല്ലാ ഫയൽ മൂവ്മെന്റുകളുടെയും ട്രാൻസ്പെറൻസി, ടീം വർക്ക്, ടെക്നോളജി, ടൈം ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗവൺമെന്റ് ഓഫീസുകളിൽ നടക്കുന്ന എല്ലാ പ്രൊസീജറുകളും സാധാരണ പൗരന് ലഭ്യമാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു 5T കൊണ്ടുവന്നത്. ഗവൺമെന്റ് ഓഫീസുകളിൽ നമ്മൾ പൊതുവെ പോകുമ്പോൾ ഉള്ള പെരുമാറ്റങ്ങൾ, അവരുടെ ബിഹേവിയറിലുള്ള പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരു പദ്ധതി കൂടെയാണ് 5T. മോ സർക്കാരും
അത് തന്നെയാണ്. ടു പ്രൊവൈഡ് സർവീസ്, സാധാരണ ജനങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ടു പീപ്പിൾ ഹു ആർ കമ്മിങ് ടു ഗവൺമെന്റ് ഓഫീസസ്, ഗവൺമെന്റ് ഓഫീസുകളിൽ വരുന്ന സാധാരണ മനുഷ്യർക്ക് ഗവൺമെന്റ് ഓഫീസർമാരിൽ നിന്നും അവരുടെ ബിഹേവിയറിൽ നിന്നും എന്തൊക്കെ സേവനങ്ങൾ ലഭിക്കുന്നു, സമയത്ത് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ബിഹേവിയറൽ ചേഞ്ചസ് അനലൈസ് ചെയ്യുന്ന പദ്ധതിയാണ് മോ സർക്കാർ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു മോ സർക്കാരിന്റെയും ഈ 5Tയും ഇത് രണ്ടും പേരന്റ് ഇനിഷ്യേറ്റീവ്സ് ആണ്. ഈ പേരന്റ് ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പുതിയ 2 പദ്ധതികളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റും ഇ ഡയറിയും. അപ്പൊ രണ്ടും രണ്ടാണ്. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷനേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഇ ഡയറി എന്ന് പറഞ്ഞത് എല്ലാ പൊതു പൗരന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഗവൺമെന്റിന്റെ എല്ലാ ബേസിക് ഇൻഫർമേഷൻസും ലഭിക്കാനുള്ളതാണ് ഇ ഡയറി എന്ന് പറയുന്ന പ്രോഗ്രാം. നമുക്ക് അടുത്ത കറണ്ട് അഫയർ സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ നമ്മളിപ്പോൾ ഒഡീഷയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒഡീഷയായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മറ്റൊരു ഫാക്ട് നോക്കാം. 2021 ഡിസംബറിൽ രാജ്യത്ത് ആദ്യമായി ഇന്ത്യൻ പാഞ്ചുലിൻ, പാഞ്ചുലിൻ എന്ന് പറഞ്ഞാൽ ഈനാമ്പേച്ചി, പാഞ്ചുലിന്റെ റേഡിയോ ടാഗിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനം കൂടെയാണ് ഒഡീഷ. എന്താണ് റേഡിയോ ടാഗിംഗ്? ഒരു വംശനാശ ഭീഷണി നേരിടുന്ന മൃഗത്തിന്റെ മൂവ്മെന്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ പോച്ചിങ്ങിനോ ഹണ്ടിങ്ങിനോ വിധേയരാകുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ടെക്നോളജിയാണ് റേഡിയോ ടാഗിംഗ്. അപ്പോൾ ഒഡീഷ ഗവൺമെന്റ് റേഡിയോ ടാഗിംഗ് എന്തിൽ നടത്തി? ഇന്ത്യൻ പാഞ്ചുലിൻ, ഇന്ത്യയിൽ മൊത്തമുള്ള ഇന്ത്യൻ പാഞ്ചുലിന്റെ മൊത്തം കണക്കും മൊത്തം റേഡിയോ ടാഗിങ്ങും നടപ്പിലാക്കി. അതായത് അവരെന്തെങ്കിലും ആക്രമണത്തിന് വിധേയരാകുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ ഈ റേഡിയോ ടാഗിംഗ് എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ട് സാധ്യമാവും. സോ അത് ആദ്യമായി ചെയ്തത് ഒഡീഷയാണ്. അപ്പോൾ ഇന്ത്യൻ പാഞ്ചുലിനുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസ് ആയതുകൊണ്ട് ഇന്ത്യൻ പാഞ്ചുലിൻ എവിടെയൊക്കെ കാണപ്പെടുന്നു? ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഈ 4 സ്ഥലത്താണ് ഇന്ത്യൻ പാഞ്ചുലിൻ കാണപ്പെടുന്നത്. ഇന്ത്യൻ പാഞ്ചുലിൻ IUCN സ്റ്റാറ്റസ് പ്രകാരം എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു മൃഗമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പാഞ്ചുലിനുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് പഠിക്കുന്നുണ്ട്? ചൈനീസ് പാഞ്ചുലിൻ പഠിക്കുന്നുണ്ട്. ചൈനീസ് പാഞ്ചുലിൻ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, ചൈനീസ് പാഞ്ചുലിൻ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ത്യൻ പാഞ്ചുലിന്റെ കംപ്ലീറ്റ് റേഡിയോ ടാഗിംഗ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഒഡീഷ. ഇന്ത്യൻ പാഞ്ചുലിൻ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പാഞ്ചുലിന്റെ IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ്, ചൈനീസ് പാഞ്ചുലിൻ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. മറക്കാതിരിക്കുക. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതായി ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ജനീവയിലെ UN കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റിൽ, UN കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായതാര്? അനുപം റോയ്. ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി UN കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റ് ഇൻ ജനീവ നിയമിതനായത് അനുപം റോയ്. മറക്കാതിരിക്കുക. അപ്പോൾ അനുപം റോയ്ക്ക് മുൻപ് ഈ ഒരു ടേം ആരായിരുന്നു സെർവ് ചെയ്തിരുന്നത്? പങ്കജ് ശർമ്മയാണ് സെർവ് ചെയ്തിരുന്നത്. പങ്കജ് ശർമ്മ ഇപ്പോൾ മെക്സിക്കോയിലെ ഇന്ത്യയുടെ പുതിയ അംബാസഡറായി നിയമിതനായി. മറക്കരുത്, UN കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റ് ഇൻ ജനീവയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അനുപം റോയ് ആണ്. അനുപം റോയ്ക്ക് മുൻപ് പങ്കജ് ശർമ്മയായിരുന്നു. പങ്കജ് ശർമ്മ ഇപ്പോൾ മെക്സിക്കോയിലെ ഇന്ത്യയുടെ പുതിയ അംബാസഡറായി നിയമിതനായി. അപ്പോൾ UN കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ജനീവയിലെ UN കോൺഫറൻസ് ഓഫ് ഡിസാർമമെന്റിലാണ് നിയമിതനായതെന്ന് പറഞ്ഞു. എന്താണ് UN കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റ്? എന്തിനു വേണ്ടിയുള്ളതാണ് UN കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റ്? നോക്കാം. നിരായുധീകരണ കരാറുകൾ, അതായത് നോൺ പ്രോലിഫറേഷൻ തിയറി ഉൾപ്പെടെയുള്ള നിരായുധീകരണ കരാറുകൾ നടപ്പിലാക്കുന്നതിനും ആയുധ നിയന്ത്രണങ്ങളുടെ കൺട്രോളിന്റെ ചർച്ചകൾക്കും അന്താരാഷ്ട്ര കൂട്ടായ്മ, ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി രൂപീകരിച്ച ബഹുകക്ഷി നിരായുധീകരണ സമിതിയാണ് ഈ ഒരു UN കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റ്. സോ ബേസിക്കലി പീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ആയുധങ്ങളുടെ ഉപയോഗങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഒക്കെ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി രൂപീകരിച്ചതാണ് 1978 ഈ UN കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റ്. സോ ഈ ഒരു UN കോൺഫറൻസ് ഓഫ് ഡിസാർമമെന്റിന്റെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അനുപം റായ്. മറക്കരുത്, അനുപം റായ്. ഓക്കെ. അടുത്തതായി 1990 ശേഷം ആദ്യമായി ചൈനയുടെ നയതന്ത്ര കാര്യാലയം നിലവിൽ വരുന്നത് എവിടെ? 1990 ശേഷം ആദ്യമായി ചൈനയുടെ നയതന്ത്ര കാര്യാലയം നിലവിൽ വന്നത് നിക്കാരഗ്വ. മറക്കരുത്. അപ്പോൾ പ്രസിഡന്റ് ഡാനിയേൽ ഓർട്ടഗോ ഗവൺമെന്റിന്റെ തായ്വാനുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ചതിനു ശേഷം, അവരുമായുള്ള എല്ലാ ചർച്ചകളും അവസാനിപ്പിച്ചത് കൊണ്ടാണ് എന്ത്? ചൈനയുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചത്. അപ്പോൾ ഡാനിയേൽ ഓർട്ടഗോ മുൻപ്, അതായത് 1985
ചൈനയുമായി നിക്കാരാഗ്വയ്ക്ക് ചൈനയുമായി റിലേഷൻഷിപ്പ് ഓപ്പൺ ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം 1990 എലക്ഷനിൽ ഡാനിയൽ ഓർട്ടഗോ തോറ്റിരുന്നതിന് ശേഷം വന്ന പുതിയ ഗവൺമെന്റ് ആണ് തായ്വാനുമായുള്ള നിക്കാരാഗ്വയുടെ ബന്ധം പുനഃസ്ഥാപിച്ചത്. അതിനുശേഷം 2007 ഡാനിയൽ ഓർട്ടഗോ വീണ്ടും റീഎലക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ റീഎലക്ട് ചെയ്യപ്പെട്ടപ്പോൾ, അതായത് 2007 റീഎലക്ട് ചെയ്യപ്പെട്ട ഡാനിയൽ ഓർട്ടഗോ തായ്വാനുമായുള്ള നിക്കാരാഗ്വയുടെ എല്ലാ ബന്ധങ്ങളും നിർത്തലാക്കിയിരുന്നു. ഇപ്പോൾ തായ്വാനിൽ നിക്കാരാഗ്വയുടെ എംബസിയും നയതന്ത്ര ഓഫീസുകളുടെ പ്രവർത്തനവും അവസാനിപ്പിച്ചത് 2021 ഉള്ളൂ. 2021 ഡിസംബറിലാണ്. പക്ഷേ 2007 മുതൽ തായ്വാനുമുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തലാക്കുവാനായി ഡാനിയൽ ഓർട്ടഗോ ശ്രമിച്ചിരുന്നു. അപ്പൊ നമ്മൾ ആ ഹിസ്റ്ററിയാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. എങ്ങനെയാണ് തായ്വാനും നിക്കാരാഗ്വയും അല്ലെങ്കിൽ ചൈനയും നിക്കാരാഗ്വയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഹിസ്റ്ററിയാണ് നോക്കിയത്. 1985 ഡാനിയൽ ഓർട്ടഗോ ആദ്യമായിട്ട് എലക്ട് ചെയ്യപ്പെട്ടപ്പോൾ ചൈനയുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. 1990 he was overthrown. അപ്പൊ പുറത്തായപ്പോ എന്ത് ചെയ്തു? പുതിയ ഗവൺമെന്റ് തായ്വാനുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. പിന്നീട് 2007 തിരികെ സ്ഥാനപതിയായപ്പോൾ തന്നെ എന്ത് ചെയ്തു? ചൈനയുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കാൻ എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തായ്വാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തി. ഇപ്പോഴാണ് എംബസി, അതായത് തായ്വാനിലുള്ള നിക്കാരാഗ്വയുടെ എല്ലാ നയതന്ത്ര കാര്യാലയങ്ങളും എംബസികളും പൂർണ്ണമായി നിർത്തലാക്കിയത്. അപ്പോൾ ഇതോടൊപ്പം ചൈന എന്ത് ചെയ്തു? അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നിക്കാരാഗ്വ മുന്നോട്ട് വെച്ച ഈ ഒരു സ്റ്റെപ്പ് ഒരു ഇന്റർനാഷണൽ ഹാർമണിയാണ്. അപ്പൊ ചൈന തിരിച്ചെന്തെങ്കിലും ചെയ്യണമല്ലോ. 1 മില്യൺ സിനോഫാം കൊറോണ വൈറസ് വാക്സിൻ ചൈന നിക്കാരാഗ്വയ്ക്ക് ഡൊണേറ്റ് ചെയ്തു. അപ്പൊ ചൈന തിരിച്ച് ഒരു ഫ്രണ്ട്ലി റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മില്യൺ സിനോഫാം കൊറോണ വൈറസ് വാക്സിൻ അവിടേക്ക് ഡൊണേറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ബന്ധം പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു ഇന്റർനാഷണൽ ഹിസ്റ്ററി, റിലേഷൻഷിപ്പിലുള്ള ഒരു ഹിസ്റ്ററിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. 2022 ജനുവരിയിൽ നിലവിൽ വരാൻ പോകുന്ന വ്യാപാര വ്യാപ്തിയുടെ അളവ് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ ട്രേഡ് മേഖല, ഫ്രീ ട്രേഡ് സോണായി നിലവിൽ വരാൻ പോകുന്ന വ്യാപാര കരാർ RCEP, റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ്. എന്താണ് RCEP? എന്തുകൊണ്ടാണ് RCEP ഇത്ര ഇമ്പോർട്ടന്റ്? ഇന്ത്യ എന്തുകൊണ്ട് RCEPയിൽ നിന്നും വിഡ്രോ ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ, അതായത് വ്യാപാര വ്യാപ്തി അളവ് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ ട്രേഡ് സോണായിട്ട് പ്രഖ്യാപിച്ചതാണ് RCEP. RCEPയിൽ ഏതൊക്കെ മെമ്പർ നേഷൻസ് ഉണ്ട്? RCEPയിൽ നിന്ന് എന്തുകൊണ്ട് ഇന്ത്യ പുറത്തുപോയി, ഇന്ത്യ വിഡ്രോ ചെയ്തു എന്ന് നോക്കാം. ASEAN രാജ്യങ്ങളോടൊപ്പം, ASEAN നേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ASEAN രാജ്യങ്ങളോടൊപ്പം ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇത്രയും രാജ്യങ്ങളാണ് RCEPയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ RCEPയുടെ മെമ്പേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ASEAN രാജ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ASEAN രാജ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ASEAN രാജ്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കോഡ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ASEAN നേഷൻസിന്റെ കോഡാണ് CBI, MMT, SLV. അപ്പോൾ നമ്മളിത് മൂന്നായിട്ട് ഇന്ന് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളികൾക്ക് CBI എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്താ? ഒരു CBI ഡയറിക്കുറിപ്പ് എന്നുള്ള സിനിമ. ഈ CBI ഡയറിക്കുറിപ്പ് എന്ന സിനിമയിലെ നായകൻ മമ്മൂട്ടി. MMT എന്നതുകൊണ്ട് നമുക്ക് മമ്മൂട്ടി എന്ന് വായിക്കാം. അപ്പോൾ ഈ CBI ഡയറിക്കുറിപ്പിൽ മമ്മൂട്ടിയുടെ പുറകെ നടക്കുന്ന വാൽകഷ്ണം സുരേഷ് ഗോപി. ഈ സിനിമയിൽ മരണത്തിനിരയാവുന്നത് ലിസി, കൊല്ലുന്നത് വിജയരാഘവൻ. ഈ ഒരു രീതിയിൽ നമുക്ക് രസകരമായിട്ട് ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ASEANലുള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്കിനി ഇത് എക്സ്പാൻഡ് ചെയ്യണ്ടേ? CBI, മമ്മൂട്ടി, സുരേഷ് ഗോപി, ലിസി, വിജയരാഘവൻ എന്നല്ലല്ലോ ഈ രാജ്യങ്ങളുടെ പേര്. അപ്പൊ നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോക്കാം. C, കംബോഡിയ, B, ബ്രൂണൈ, I, ഇന്തോനേഷ്യ, M, മ്യാൻമർ, അടുത്ത M, മലേഷ്യ, T, തായ്ലൻഡ്. കംബോഡിയ, ബ്രൂണൈ, ഇന്തോനേഷ്യ, മലേഷ്യ, മ്യാൻമർ, തായ്ലൻഡ്. ഇനി SLV ആണുള്ളത്. സുരേഷ് ഗോപി, ലിസി, വിജയരാഘവൻ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സിംഗപ്പൂർ, ലാവോസ്, വിയറ്റ്നാം. ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ ASEAN നേഷൻസ് എന്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? RCEPയിലുണ്ട്. അപ്പൊ ASEAN നേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കേണ്ടത് ജപ്പാൻ, ചൈന,
സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇത്രയും നേഷൻസ് ആണ് RCEPയുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ RCEP വരുന്നത് കൊണ്ട് ലോകത്തിന് എന്ത് ഗുണം, അല്ലെങ്കിൽ RCEPയുടെ കോമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. ടാരിഫ് കുറയ്ക്കാൻ, അതായത് ഇറക്കുമതി ചെയ്യുമ്പോഴും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോഴും കയറ്റുമതി ചെയ്യുമ്പോഴും വരുന്ന ടാക്സ് ആണ് ടാരിഫ്. ഈ ടാരിഫ്, ഈ ഒരു ഫ്രീ ട്രേഡ്, അതായത് ഇപ്പൊ കുറച്ച് രാജ്യങ്ങൾ തമ്മിൽ ഒരു ബന്ധം, ഒരു ഫ്രീ ട്രേഡ് മേഖല എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ രാജ്യം വേറൊരു രാജ്യത്തെ ഫ്രീ ട്രേഡ് മേഖലയാണെങ്കിൽ നമ്മുടെ അവിടുത്തെ ടാരിഫ് കുറവായിരിക്കും. നമുക്ക് അവർ ടാരിഫ് കുറച്ച് തരും, അതായത് ഫ്രണ്ട്ലി നേഷൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാരിഫ് കുറച്ച് തരും. അപ്പം നമ്മൾ അവിടത്തേക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ ഈ ഒരു ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ഇത്രയും നേഷൻസ് തമ്മിൽ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ചൈന ജപ്പാനിലേക്ക് ഇപ്പോൾ അയക്കുന്ന ആ ഒരു ഇമ്പോർട്ട് ടാക്സ് വരത്തില്ല. പിന്നീട് ഈ ഒരു എഗ്രിമെന്റ് നിലവിൽ വന്നു കഴിയുമ്പോൾ അതാണ് ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ടാരിഫ് കുറയ്ക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ലോകമെമ്പാടുമുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടും അല്ലേ? ടാരിഫ് കുറയുമ്പോൾ ഒബ്വിയസ്ലി ടാക്സ് കുറയുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് കൂടും. പിന്നീട് നമുക്കിതിന്റെ കോമ്പോസിഷൻ നോക്കാം. ആഗോള GDPയുടെ 30%, അതായത് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത CBI, MMT, SLVയും പിന്നെ ഈ നേഷൻസും കൂടെ ചേരുമ്പോഴത്തേക്കിനും ഗ്ലോബൽ GDPയുടെ 30%. ഒരു അസോസിയേഷൻ ഓഫ് നേഷൻസിന് അല്ലെങ്കിൽ ഒരു ട്രേഡ് ഡീലിന് ആഗോള GDPയുടെ 30% അടങ്ങുന്ന ഒരു ട്രേഡ് ഡീലിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സും എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സും എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ലോക ജനസംഖ്യയുടെ 1/3. ഇത്ര രാജ്യങ്ങളുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ലോകത്തെ മൊത്തം പോപ്പുലേഷന്റെ 1/3 കൂടെയാണ്. സോ ഇവിടെ നടക്കാൻ പോകുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഒരു ഹ്യൂമൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു ട്രേഡ് ഡീലിലൂടെ മുമ്പോട്ട് വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ RCEPയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. RCEP വാർത്തകളിലുണ്ട്. റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറഞ്ഞു. RCEPയുടെ കോമ്പോസിഷൻ പറഞ്ഞു. RCEPയിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ട്, RCEPയുടെ കോമ്പോസിഷൻസ് പറഞ്ഞു. RCEP വരുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇനി RCEPയിൽ നിന്ന് ഇന്ത്യ എന്തുകൊണ്ട് പിന്മാറി? ഒന്നാമത്, ഇതിനകത്തിലെ രാജ്യങ്ങളുടെ കോമ്പോസിഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് US റാറ്റിഫൈ ചെയ്തിട്ടില്ല. ചൈനയാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച്, ഈ രാജ്യങ്ങളിൽ വെച്ച് ഇന്ത്യയുടെ മുകളിലായി നിൽക്കാൻ കരുത്തുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയുടെ ഒരു മേൽക്കോയ്മ ഒരു ട്രേഡ് ഡീലിൽ ഇന്ത്യക്ക് സഹിക്കാൻ പറ്റാത്തതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്, ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഡേറ്റ വന്നിരുന്നു, അതായത് ഡയറി സെക്ടറിൽ RCEPയിൽ നിന്നും ഇന്ത്യ പിന്മാറിയത് കൊണ്ട് ഡയറി സെക്ടർ എന്തുമാത്രം മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, ഡയറി സെക്ടറിൽ എന്തുമാത്രം ഇംപ്രൂവ്മെന്റ്സ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഡേറ്റ ഈ ഇടയ്ക്ക് വന്നിരുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇന്ത്യ ഈ ഒരു ഡീലിൽ നിന്നും പുറത്തു വന്നത്. ഓക്കെ, അപ്പൊ RCEPനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടി എന്ന് കരുതുന്നു. ASEAN നേഷൻസിന്റെ കോഡ് മറക്കാതിരിക്കുക. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ അടുത്തതായി 2022 പുതുവത്സര ദിനത്തിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനം, പുതിയൊരു പദ്ധതിയാണ് സമ്പൂർണ്ണ ഓഫീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് ഗവൺമെന്റ് ഓഫീസ് സമ്പൂർണ്ണമായിട്ട് ഓൺലൈൻ ആക്കുന്നു. സോ ഇതെന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ഒന്നാമത്, ഗവൺമെന്റ് ഓഫീസുകളിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷനുകളും സ്പീഡാവാൻ സാധിക്കും, ആക്യുറേറ്റ് ആവാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെ സമ്പൂർണ്ണമായിട്ട് ഓൺലൈൻ ആക്കുന്നതുകൊണ്ട്. അപ്പൊ ഇതാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിന്റെ പേര് സമ്പൂർണ്ണ ഓഫീസ് എന്നാണ്. അപ്പൊ ഇത് വികസിപ്പിച്ചെടുത്തത് NAC ആണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. NAC വികസിപ്പിച്ച ഈ ഒരു സോഫ്റ്റ്വെയർ ആരാണ് ലോഞ്ച് ചെയ്തത്? IT മിഷൻ മുഖേനയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഫയൽ നീക്കങ്ങൾ കൂടുതൽ സുതാര്യവും വേഗവുമാക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് സമ്പൂർണ്ണ ഓഫീസ് എന്ന് പറയുന്നത്. പൊതുമരാമത്തിന്റെ ഇലക്ട്രോണിക്സ് വകുപ്പാണ് ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ സമ്പൂർണ്ണ ഓഫീസ് എന്താണെന്നുള്ളതിന്റെ ഒരു ഇത് നോക്കി. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതായി ജൈവ കാർഷിക മിഷൻ എന്താണെന്ന് നോക്കാം. 2022 ജനുവരി 1 മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സുരക്ഷിത ഭക്ഷണ ഉത്പാദനം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എയിം സുരക്ഷിത ഭക്ഷണ ഉത്പാദനമാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ജൈവ കാർഷിക മിഷൻ. അപ്പൊ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നു, പ്രകൃതിയോട് ഇണങ്ങി കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ പൊതുവിലേക്ക് ഇറക്കുന്നു, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനായും സുരക്ഷ ഉറപ്പിക്കുവാനായും
കാർബൺ ന്യൂട്രൽ കൃഷി രീതി തുടക്കമിടാനുള്ള പദ്ധതി. കാർബൺ ന്യൂട്രൽ കൃഷി ഓർക്കുക. അപ്പൊ ജൈവ കാർഷിക മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാസവസ്തുക്കളുടെ ഉപയോഗം എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രത്യാഘാതങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷ്യസുരക്ഷ എങ്ങനെ ഉറപ്പാക്കാൻ സുരക്ഷിത ഭക്ഷണം, എങ്ങനെയുള്ള ഭക്ഷണം, സുരക്ഷിത ഭക്ഷണ ഉൽപാദനത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ജൈവ കാർഷിക മിഷൻ. അപ്പൊ പരമ്പരാഗത കൃഷി രീതി തിരികെ കൊണ്ടുവരാനും രാസവസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കാനുമാണ് ഈ ഒരു പദ്ധതി ഗവൺമെന്റ് മുന്നിലേക്ക് വെക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത സ്ലൈഡ് ഡൽഹിനെ പറ്റിയാണ്. അപ്പൊ ഡൽഹിനെ പറ്റി എന്താണ് ന്യൂസിലുണ്ടായിരുന്നത് നോക്കാം. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ എയർ ക്വാളിറ്റി ഫോർകാസ്റ്റ് ഏജൻസിയായ സഫർ, സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച്, സഫർ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനകത്തിൽ, ഈ ഒരു ഇൻഡെക്സിനകത്തിൽ ഡൽഹിയുടെ എയർ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും വാർത്തയിലുണ്ട്. ഡൽഹിയുടെ എയർ ക്വാളിറ്റി ആക്ച്വലി ദീപാവലിക്ക് ശേഷം സിവിയർ എന്ന് പറയുന്ന കാറ്റഗറി, അതായത് സിവിയർ കാറ്റഗറിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് 401 തൊട്ട് 500 വരെയാണ്. ഈ ഒരു കാറ്റഗറിയിലേക്കാണ് ദീപാവലിക്ക് ശേഷം ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പോയത്. പക്ഷെ ഇപ്പൊ വെരി പുവർ കാറ്റഗറിയിലാണ്. അപ്പൊ വെരി പുവർ കാറ്റഗറി വന്നപ്പോഴാണ് നമ്മൾ ന്യൂസിൽ അത് ഡിസ്കസ് ചെയ്യുന്നത്. വെരി പുവർ കാറ്റഗറി എന്ന് പറയുന്നത് ഈ സിവിയറിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന കാറ്റഗറിയാണ്. 301 തൊട്ട് 400 വരെയുള്ള എയർ ക്വാളിറ്റി ആയിരിക്കും ഈ വെരി പുവർ കാറ്റഗറിക്കകത്തിൽ ഉള്ളത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ സഫർ എന്ന് പറയുന്നത്, അതായത് സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത് ആരാണ് റിലീസ് ചെയ്യുന്നത്? ഇത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ് റിലീസ് ചെയ്തത്. ഈ റിലീസ് ചെയ്ത ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്, അതായത് ഡൽഹിയുടെ കാറ്റഗറി എന്ന് പറയുന്നത് വെരി പുവർ കാറ്റഗറിയാണ്. ഇതിനോടൊപ്പം വന്ന് മറ്റൊരു സ്റ്റഡി നമുക്ക് ചേർത്ത് പഠിക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വായു മലിനീകരണമുള്ള സിറ്റികളിൽ 4ാമത്തെ സിറ്റിയായിട്ട് ഡൽഹി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കിയത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ ഇനി നമുക്ക് ഒരു റാങ്കിങ് ആണ്, ഒരു ഇൻഡെക്സ് തന്നെയാണ് നമുക്ക് ഇനിയും പഠിക്കാനുള്ളത്. അപ്പൊ ഇത് പുറത്തിറക്കിയത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അപ്പൊ ഈ റാങ്കിങ്ങിന്റെ പേരാണ് ARIIA, അടൽ റാങ്കിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഇന്നവേഷൻ അച്ചീവ്മെന്റ്സ്. പേരിനകത്ത് നിന്ന് തന്നെ വ്യക്തമാണ്, ഇന്നവേഷൻ, എന്തെങ്കിലും അച്ചീവ്മെന്റ്സ്, ഇന്നവേഷൻ മേഖലയിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് കൊണ്ടുവന്ന ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ ഒരു ARIIA എന്ന് പറയുന്നത്. ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ ഈ ഒരു അവാർഡിൽ 2 കാറ്റഗറി ആണുള്ളത്. ടെക്നിക്കൽ കാറ്റഗറി ഉണ്ട്, നോൺ ടെക്നിക്കൽ കാറ്റഗറി ഉണ്ട്. അപ്പൊ ടെക്നിക്കൽ കാറ്റഗറിയിൽ 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ട്, അതായത് 3 വർഷം അടുപ്പിച്ച് 1ാം സ്ഥാനം ലഭിക്കുന്നത് IIT മദ്രാസ്. ഇമ്പോർട്ടൻ്റ് ആണ്. 3 വർഷം അടുപ്പിച്ച് ARIIA റാങ്കിങ്ങിൽ 1ാം സ്ഥാനം IIT മദ്രാസ്, 2ാം സ്ഥാനം IIT ബോംബെ, 3ാം സ്ഥാനം IIT ഡൽഹി. അപ്പൊ നമ്മൾ ഒരു ടെക്നിക്കൽ കാറ്റഗറിയിൽ. നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ 1ാം സ്ഥാനം ഇഗ്നൗ, ഡൽഹി ഇഗ്നൗ ആണ് 1ാം സ്ഥാനം. 2ാമത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്. അപ്പൊ നമ്മൾ ഒരു റാങ്കിങ് ആണ് നോക്കിയത്. എന്തിന്റെ റാങ്കിങ് ആണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ റാങ്കിങ് ആണ്, ARIIA റാങ്കിങ് ആണ്. തുടർച്ചയായി 3ാം വർഷവും 1ാം സ്ഥാനം ആർക്കാണ്? IIT മദ്രാസിനാണ്. 2ാം സ്ഥാനം IIT ബോംബെ, 3ാം സ്ഥാനം IIT ഡൽഹി. നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ 1ാം സ്ഥാനം ഇഗ്നൗ ഡൽഹി, 2ാം സ്ഥാനം IIM കോഴിക്കോട് എന്നാണെന്ന് പറഞ്ഞു. അടുത്തതായി നമ്മളൊരു പദ്ധതിയെ പറ്റിയാണ് പഠിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതി. 2022 ജാനുവരിയിൽ കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് കൊണ്ടുവന്നത് ആർക്കൊക്കെ? ട്രാൻസ്ജെൻഡേഴ്സിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കും വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് സ്മൈൽ എന്നാണ്. സോ ഇത് കൊണ്ടുവന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നവരുടെയും ഉന്നമനത്തിനായി കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു 2 സെക്ഷൻസ്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഈ 2 സെക്ഷൻസിന്റെ എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ പുനരധിവാസം, കൗൺസിലിംഗ്, വൈദ്യസഹായം, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു
ഹോൾ പാക്കേജ് ആണ്. ഇതിനു വേണ്ടി എല്ലാം കൂടെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ സ്മൈൽ എന്ന് പറയുന്നത്. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട സെക്ഷൻ ഓഫ്, അതായത് 2 പ്രത്യേക സെക്ഷനെയാണ് ഈ ഒരു പദ്ധതിയുടെ കീഴിൽ നോക്കുന്നത്. 1 ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, 2 ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. ഇവർക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാതിരിക്കുക. സ്മൈൽ എന്നാണ് പദ്ധതിയുടെ പേര്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതൊരു ഡിമൈസ് ആണ്. 2021 ഡിസംബറിൽ അന്തരിച്ച ബുക്കർ പുരസ്കാര ജേതാവ് കേരി ഹ്യൂം. 2021 ഡിസംബറിൽ അന്തരിച്ച ബുക്കർ പുരസ്കാര ജേതാവ് കേരി ഹ്യൂം ന്യൂസിലൻഡ് എഴുത്തുകാരിയാണ്. ആദ്യ നോവലിന് തന്നെ ബുക്കർ പ്രൈസ് ജേതാവായ ആളാണ് കേരി ഹ്യൂം. ആദ്യ നോവലാണ് ദ ബോൺ പീപ്പിൾ എന്ന് പറയുന്നത്. അതിനാണ് അവാർഡിന് അർഹമായത്. പ്രധാന കൃതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സൈലൻസ് ബിറ്റ്വീൻ ലോസ്റ്റ് പൊസഷൻസ്, ഇത് രണ്ടുമാണ് കേരി ഹ്യൂമിന്റെ പ്രധാന കൃതികൾ. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം. 2021 ഡിസംബറിൽ രാജ്യത്തെ ആദ്യ ഒമിക്രോൺ സ്ഥിരീകരിച്ചത് എവിടെയാണ്? എ കേരള, ബി ഡൽഹി, സി മഹാരാഷ്ട്ര, ഡി പൂനെ. അപ്പൊ ഏതാണോ നിങ്ങളുടെ ആൻസർ അത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇന്നലത്തെ ആദ്യത്തെ ചോദ്യം, ഗുണ്ടാ പ്രവർത്തനം അമർച്ച ചെയ്യാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഓപ്പറേഷൻ ശുദ്ധി, ഓപ്പറേഷൻ പീസ്, ഓപ്പറേഷൻ കാവൽ, ഓപ്പറേഷൻ വിഷൻ. ഓപ്ഷൻ സി ഓപ്പറേഷൻ കാവലാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സിഇഒ ആൻഡ് MD ആയി നിയമിതനായത്? അവനീഷ് ചോപ്ര, അതുൽ കുമാർ ഗോയൽ, നീരജ് വെങ്കിട്ട്, ജീവൻ റാം. ഓപ്ഷൻ ബി അതുൽ കുമാർ ഗോയൽ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നലത്തെ ചോദ്യങ്ങളും ഇന്നത്തെ ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു ചോദ്യം ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിരുന്നു. അതിൻ്റെ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇന്ന് നടന്ന ഈ ഒരു ക്ലാസ്സിൻ്റെ PDF ടെലഗ്രാം ചാനൽ, ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. വേറൊരു കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും കാണാം.